ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയിക്കൊള്ളുന്നില്ലല്ലോ. അതിന്റെ വഴിക്ക് നമ്മൾ പോവാന്നുള്ളതാണല്ലോ അതിന്റെ ഒരു രീതി. അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ ഒരു പോളിസി ഒക്കെ ഉണ്ടെങ്കിലും അവസാനം ഞങ്ങൾ പോയി പെട്ടെന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ എത്തിയത് ഞങ്ങളൊരു ഫ്രണ്ടിന്റെ അടുത്ത് തന്നെയാണ്. അതായത് ഒരു രായൻകോ ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില്. അടുത്ത് തന്നെ, വീടിന്റെ ഒരു 5-6 കിലോമീറ്ററിന്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പൊ അവിടെ വർക്ക് ചെയ്യണത് അർജുന ആയിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അവൻ പല കാര്യങ്ങളിലും ഞങ്ങളൊപ്പം ഉണ്ടാവലുണ്ട്. അപ്പൊ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോ എന്തായാലും എല്ലാരോടും ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ അവനോടും ഈ പ്ലാന് പറഞ്ഞു, ഈ വിചിത്രമായ പ്ലാന് പറഞ്ഞു. പക്ഷെ അവൻ ആദ്യമേ പറഞ്ഞു അത് നമുക്ക് നോക്കാലോ. അവൻ ആ പ്ലാനിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അവൻ ആ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഇത് തോന്നി. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ അവനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. നമ്മളെല്ലാ പ്ലാനിന്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഓരോന്ന് നമ്മൾ റിക്വയർമെന്റ് ആദ്യം ഫുള്ള് പറഞ്ഞു കൊടുത്തു. പിന്നെ അങ്ങനത്തെ വെച്ചു. അപ്പൊ പിന്നെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് ഒരു പ്ലാൻ വരക്കൽ തുടങ്ങി. അതായത് സമയമുള്ളപ്പോ അവന്റെ അടുത്ത് പോയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പൊ നമ്മൾ റിക്വയർമെന്റ് ലിസ്റ്റ് അല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനൊരു പേപ്പറിൽ ഒരു പ്ലാൻ ആക്കണല്ലോ നമുക്ക് എക്സിക്യൂഷൻ തുടങ്ങണമെങ്കിൽ. അപ്പൊ അതിന്റെ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും മീറ്റ് ചെയ്തു, ഇടയ്ക്കിടയ്ക്ക് പോയി. അങ്ങനെ ഒരു റഫ് പ്ലാൻ ഏകദേശം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ഇങ്ങനെ അർജുനായിട്ട് നല്ല ഡിസ്കഷൻ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഓഫീസിലൊക്കെ പോകാറുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വരയ്ക്കാറൊക്കെ ഉണ്ടായിരുന്നു പ്ലാന്. അപ്പം അങ്ങനെയാണ് യഹിയനെ പരിചയപ്പെടുന്നത്. അപ്പോൾ യഹിയും ഓൾറെഡി ഇവർ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു മൊത്തത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് ആയി അവിടെ. ഇത് ചെയ്തിട്ട് ഞങ്ങൾ ഭയങ്കര പരിചയക്കാരായി. അതായത് അർജുനൊപ്പം കൂടി യഹിയും വന്നു. പിന്നെ അവിടെ വരയ്ക്കുന്നവരും അവിടുത്തെ ഓഫീസിലുള്ള സ്റ്റാഫൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു പരിചയമായി. കാരണം ദിവസം പോവില്ല, ഞങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ഉള്ളത് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഐഡിയാസ് പറയും. അവരത് കറക്റ്റ് അത് ഡ്രോയിങ് ആക്കി മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ അതൊരു നല്ല രീതിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.